ഇത്രയും വലിയ മോഷണം നടന്നിട്ടും ഇവരത് മറച്ചുവെക്കുകയായിരുന്നെന്ന് കോടതി വിധിയിലൂടെ വ്യക്തമാണ്. പോറ്റി മാത്രമായിരുന്നു, ഞങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ പ്രതിപക്ഷം, പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് പോറ്റിക്കെതിരായിട്ട് ഒരു ക്രിമിനൽ കേസ് കൊടുക്കാൻ ദേവസ്വം ബോർഡ് ശുപാർശ ചെയ്തില്ല, ഗവൺമെൻറ് ശുപാർശ ചെയ്തില്ല? അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞത് സത്യമാണ്. പോറ്റിക്കെതിരെ കേസെടുക്കാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോറ്റി കുടുങ്ങിയാൽ CPM നേതാക്കളും കുടുങ്ങുമെന്ന് CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് CPM നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞങ്ങൾ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാം. ഈ രണ്ട് കാര്യം നിങ്ങൾ ആലോചിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം മന്ത്രി, വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് മാധ്യമങ്ങളിൽ അടിച്ചു വന്നതിൻ്റെ രേഖ 2019 ഞങ്ങളുടെ ഉണ്ട്. രണ്ടാമത്, ഇപ്പോൾ അറസ്റ്റിലായ ഡോക്ടർ N വാസുവിനെ കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും അഭിപ്രായം പറയാണ്. ഇത് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതാണ് SIT. അപ്പം മുൻ ദേവസ്വം മന്ത്രി ഇയാളെ ന്യായീകരിക്കുകയാണ്. ഇയാൾ മികച്ച ഉദ്യോഗസ്ഥനാണ്. എന്തുകൊണ്ടാണ് അറിയാം? പേടിച്ചിട്ടാണ്. കാരണം വാസു കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ സംഭവമാണ് വാസു എന്ന് അന്നത്തെ മന്ത്രിയായ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് മറ്റൊരു ആവർത്തി ഞങ്ങൾ പറഞ്ഞതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിച്ച് വീണ്ടും ഒരു കൊള്ള നടത്താനുള്ള ശ്രമം നടത്തിയത്. അതിൻ്റെ പുറകിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട്. മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കൊള്ള നടത്തിയവൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതെല്ലാം വീണ്ടും കൊള്ളയടിക്കപ്പെടുമായിരുന്നു. അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരെ കൊള്ളയടിക്കുമായിരുന്നു. അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു? അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെൻറ്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറിയെന്നുള്ളതാണ്. അപ്പോൾ അയ്യപ്പൻ്റെ അമൂല്യ വസ്തുക്കൾ സ്വർണ്ണമടക്കം കൊള്ളയടിച്ചതിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആളുകൾ പറയണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത്? കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച, കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുന്ന, ആർക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളന്മാർ ജയിലിലേക്ക് പോണ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. ഇതിന് CPM നേതൃത്വവും ഭരണ നേതൃത്വവും ഉത്തരം പറഞ്ഞേ മതിയാവൂ. ഉറപ്പായും അല്ല, പോകണമല്ലോ. ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറിയിൽ പോയിട്ട് പണ്ട് ഞങ്ങൾ സംസാരിച്ചത്, ഈ വിഷയം വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചത് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്കി. ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം? ഞങ്ങൾ വാസുവിൻ്റെ കാര്യം പറഞ്ഞു, പത്മകുമാറിൻ്റെ കാര്യം പറഞ്ഞു, അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് കേട്ടപ്പോൾ. ഒരു പത്മകുമാറിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ അഴിമതിയുടെ ആഴം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ശബരിമലയിലെ ഒരു സ്പെഷ്യൽ ഓഫീസർ തുറന്നുവിട്ട ഒരു ഇളം കാറ്റ്, അഴിമതിയുടെ ഇളം കാറ്റായിരുന്നു അത്. അതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഇന്നിപ്പോൾ പത്മകുമാർ വരെ വലിയൊരു കൊടുങ്കാറ്റായി വീശിയടിക്കുമ്പോൾ വൻമരങ്ങളാണ് കടപുഴകി വീണത്. ഇതൊരു പേമാരി പെയ്ത്തായി ഇപ്പോൾ പാർട്ടിക്കുള്ളിലും CPM-ലും ആഞ്ഞു വീശുകയാണ്.